ആഡംബര കാറുകൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിച്ചെന്ന പരാതിയിൽ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ്. ദുൽഖറിന്റെയും അമിതിന്റെയും വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഓപ്പറേഷൻ നുങ്കൂറിൽ സംസ്ഥാനത്ത് പരിശോധന നടന്നത് 30 ഇടങ്ങളിൽ. തട്ടിപ്പുകാർ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും പരിവാഹൻ വെബ്സൈറ്റിൽ കൃത്രിമം നടത്തിയെന്നും കസ്റ്റംസ്. Artistry that have profoundly shaped narrative cinema, inspired generations of artists, cemented his legacy as a cultural phenomena. എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ. മലയാള സിനിമയ്ക്ക് അഭിമാന മുഹൂർത്തം. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി മോഹൻലാൽ. ഇതിഹാസ നടനെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ സ്വീകരിച്ച് വിജയരാഘവനും ഉർവശിയും ഉൾപ്പെടെ 5 മലയാളികൾ. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സമർപ്പിച്ചു. കമ്മീഷന്റെ തീരുമാനം നിർണായകം. ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UN-ന് പ്രസക്തിയില്ലെന്നും ലോകത്തിന് നേതൃത്വം നൽകേണ്ടത് അമേരിക്കയെന്നും ട്രംപ്. 7 മാസങ്ങളിൽ 7 യുദ്ധം അവസാനിപ്പിച്ചെന്ന അവകാശവാദം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്നും ട്രംപ്. H-1B വിസയ്ക്കുള്ള ഫീസ് വർധനവിൽ ആരോഗ്യമേഖലയ്ക്ക് ഇളവുണ്ടാകുമെന്ന് സൂചന. സംസ്ഥാനത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താനൊരുങ്ങി CPM. തിരുവനന്തപുരത്തും കോഴിക്കോടും സമ്മേളനം നടത്തും. പലസ്തീൻ അംബാസിഡർ മുഖ്യാതിഥിയാകും.